ഹായ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോണത് നമ്മൾ നല്ല കട്ട്ള മീൻ എയർ ഫ്രയറിൽ എണ്ണല്ലാണ്ട് എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് 1 കിലോ കട്ട്ള നന്നായി കഴുകി വലിയ ഒരു മീഡിയം പീസാക്കി കട്ട് ചെയ്തെടുത്തതാണിത്. അതിലോട്ട് നമുക്ക് മസാല ആദ്യം റെഡിയാക്കാം. അതിനായിട്ട് മല്ലിയില, പിന്നെ വേണ്ടത് വറമുളക്, ഒരു 5-6 വറമുളക് ഞെട്ടി കളയാണ്ട് എൻ്റെ എടുത്തുക്കണത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ വെളുത്തുള്ളി, ഒരു പിടി വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഇഞ്ചി, അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. പിന്നെ ഒപ്പം തന്നെ നമുക്ക് ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് ഉപ്പും കൂടി, കല്ലുപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്, നിങ്ങളുടെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിലൊരല്പം വെള്ളം കൂടി ആഡ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഇതിൽ നമുക്ക് നല്ല ഫൈനായിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു അളവിൽ അടിച്ചെടുക്കുക കേട്ടോ. ഈ മസാല നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ഞാൻ ഇടുന്നില്ല, ആവശ്യാനുസരണം കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് സ്പൈസി ആണ് കേട്ടോ. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. അത് നമുക്ക് മീനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്പൈസസ് ആയതുകൊണ്ട് ഞാനിതിലൊപ്പം ചേർത്ത് അരച്ചിട്ടില്ല. ഇനി വേണ്ടത് ചെറിയ ജീരകം നല്ല മണം ഉണ്ടാവും കേട്ടോ. നമ്മൾ മീൻ പൊരിക്കണയിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല മണം ഉണ്ടാവും. അപ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ സ്വല്പം പൊടിയുപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പും കൂടി ചേർക്കണേ. അപ്പോൾ എല്ലാ മീനിലും നല്ല മസാലയൊക്കെ ആഡ് ചെയ്ത് നല്ല ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ നമുക്ക് നല്ല റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇനി നമുക്ക് എയർ ഫ്രയർ ഓണാക്കാം. അതിലോട്ട് ഈ മീൻ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുക. എണ്ണ നമ്മൾ എണ്ണ ചട്ടിയിൽ ഒഴിച്ച് പൊരിക്കണ പോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലൊരു ജസ്റ്റ് ഒന്ന് നമുക്കൊരു ബ്രഷ് ഇട്ട് ഒരു ഇത്തിരി ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കണം എണ്ണ. എന്നാലാണ് ഒരു ചെറിയൊരു എണ്ണൻ്റെ മയം വരുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മസാല ചെയ്ത് വെച്ച മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് എയർ ഫ്രയറിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അടച്ചെടുത്ത ശേഷം നമുക്കിതിന് ടെമ്പറേച്ചറും മിനിറ്റും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മിനിറ്റ് വേണ്ടത്, ടൈം വേണ്ടത് 1/2 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ. അതിൽ ജസ്റ്റ് നമുക്ക് ഇടയിൽ ഒരു 1/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ ഒന്ന് തുറന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ആയി വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത സമയം കൊണ്ട് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.